മോർണിംഗ്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമ്മളൊന്ന് ഗുരുവായൂർ പോയാലോ? ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പോക്ക്. ഇന്നലെ രാത്രി 9 മണിയൊക്കെ ആയപ്പോൾ അരുണ് പറഞ്ഞു ഡ്യൂട്ടി ഗുരുവായൂരേക്കാണ്. അത് കേട്ടപ്പം തൊട്ടിട്ട് ഒരാഗ്രഹം, പോയാലോ എന്ന്. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ബസ്സിലല്ല, കഴിഞ്ഞ പ്രാവശ്യം 6:30ക്കാണ് ബസ് പോയത്. 7 ഉള്ളിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് 9 മണിക്ക് 9:30ക്കാണ്. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റത് കുറച്ച് തുളസി കതിരൊക്കെ പറിച്ചു കൊണ്ടുപോകാൻ കരുതി. ഒരുപാടുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ഗുരുവായൂർ പോകാൻ കേട്ടാൽ പിന്നെ പോവാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇന്നിപ്പോൾ ഗുരുവായൂർ വിശേഷങ്ങൾ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. കുളിച്ച് നേരെ ഫ്രഷ് ആവുന്നതിൻ്റെ മുമ്പ്, എന്നുവെച്ചാൽ ഡ്രസ്സൊക്കെ മാറ്റുന്നതിന് മുമ്പ് ചെറിയൊരു പരിപാടിയുണ്ട്. കണ്ണനെ കാണാൻ പോവല്ലേ? കണ്ണന് ചെറിയൊരു സാധനം എടുക്കാൻ പോവാണ്. ചായ കുടിച്ചിട്ടില്ല. ചായൻ്റെ മുമ്പ് വെറും വയറ്റിലേക്ക് കുടിക്കാൻ പോകുന്നൊരു ഗ്ലാസ്സിലെടുക്കടാ. കുടിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? തലവേദന ഉണ്ട്, ഗുളിക. നല്ല തലവേദന ഉണ്ട്. എന്നപ്പോൾ ഇന്നലെ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്കൊന്ന് ഗുരുവായൂർ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കുറേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്നലെ ഞാൻ മാനസികമായിട്ട് വളരെ ഡൗൺ ആയിരുന്നു. ഉമ്മാമ്മൻ്റെ ആണ്ടൊക്കെ ആയിരുന്നു. എല്ലായിടത്തും നമ്മളൊരൊറ്റപ്പെട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണല്ലോ. അപ്പോൾ വിഷമം സഹിക്കാൻ പറ്റാതെ, അപ്പോൾ എനിക്ക് പോകാനൊരു ഓപ്ഷൻ ഇല്ല. വണ്ടി ഒറ്റയ്ക്ക് ഇതുവരെ ഗുരുവായൂരത്തോളം പോയിട്ടില്ല. പിന്നെ മോനെയും കൂട്ടിയിട്ട് പോവാം, അത് അവനെല്ലാവരും കാണുമല്ലോ എന്നുള്ളൊരു പേടി കൊണ്ട് അവനെയും കൂട്ടിപ്പോയില്ല. പിന്നീട് ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയതാ. അവൻ വരുമ്പോഴേക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങിയെടുത്തുനിന്ന് ഒരു 9:30 ആയപ്പം വിളിച്ചെന്നോട് ചോദിച്ചു, ഗുരുവായൂരേക്ക് പോകുന്നു, നീ പോരുന്നോ നാളെ എന്ന് ചോദിച്ച്. പൊതുവേ ഞാൻ ഗുരുവായൂരേക്കൊക്കെ പോകുമ്പോൾ തലേദിവസം ഡ്രസ്സ് വരെ എടുക്കാറുണ്ട് പുതിയത്. എനിക്ക് ഡ്രസ്സൊന്നുമില്ല, എന്നിട്ട് ഭയങ്കര വിഷമം എനിക്ക്. പിന്നെ ഉള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉള്ളത് ഇട്ടിട്ട് പോവുക കേട്ടോ. പുതിയ ഡ്രസ്സൊന്നുമല്ല. കയ്യിൽ ഭയങ്കര വിഷമമുണ്ട്. ഇപ്പോൾ കുറേ വർഷങ്ങളായി ഇങ്ങോട്ട് ഗുരുവായൂർ പോവുകയാണെങ്കിൽ പുതിയ ഡ്രസ്സ് എടുത്തിട്ടേ പോകാറുള്ളൂ. 9:30 9:45 കണ്ട അവൻ്റെ ബസ്. ഞാൻ ഉള്ളിയേരി ഒന്ന് നോക്കും, പറ്റുകയാണെങ്കിൽ ഉള്ളിയേരി തന്നെ ഞാൻ മാറ്റിയിട്ട് പോവും. അങ്ങനത്തെ ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ട്. ഏതായാലും തലവേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഗുളിക കുടിക്കുക. വരമായിട്ടില്ല കുടിക്കുന്നത്. കട്ടൻ പോലും കുടിച്ചിട്ടില്ല. കട്ട കുടിക്കണം. ടെൻഷൻ കുറയാനുള്ള ഗുളിക, മനസ്സൊന്ന് റിലാക്സ് ആവാനുള്ള. അതൊന്നും എടുത്തേക്കാവുന്ന ഒരു കൂട്ടെടുത്ത് വെച്ചോ. നാളെ വൈകുന്നേരം അങ്ങ് പോന്നാൽ മതിയല്ലേ? മറ്റന്നാൾ എൻ്റെ മക്കൾ പൂനൂർക്ക് പോവുക. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്ന് ഗുരുവായൂരേക്കുള്ളൊരു യാത്ര കത്തിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തിനാന്നല്ലേ കാണിച്ചു കേട്ടോ. ഇന്ന്
കൊല വെട്ടാൻ കൊലയൊന്നുമില്ല കേട്ടോ. ഒന്ന് നോക്കിയേക്കേ, അഥവാ കൊല ഉണ്ടെങ്കിലോ ബസ്സില് കൊലയൊക്കെ തൂക്കി പോകുന്നതിൻ്റെ ഒരു ഫീൽ അത് വേറെ തന്നെയാണ്. അതെല്ലാം എന്തെങ്കിലും ഉണ്ടാവുന്നു. ഒറ്റ കൊലയില്ല ഗൈസ്. ഈ വാഴ മുഴുവനും കദളിയാട്ടോ, പക്ഷെ ഒരൊറ്റ കൊല പോലുമില്ല. ആരോ കാട് വന്ന് വെട്ടിയിട്ടുണ്ടല്ലോ മോനെ. അതെപ്പോഴാണ്? മുനിസിപ്പാലിറ്റി. അതെപ്പോ? രാവിലെ. ഇന്നലെ രാവിലെയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ, നിങ്ങൾ ചോദിച്ചില്ലല്ലോ. പിന്നെ ഇതേ ഇഷ്ടം പോലെ കൊലയുണ്ട്. ഇതൊക്കെയെന്ന് വെച്ചാൽ പൂവൻ കൊലയാണ്. കണ്ണന് കദളിക്കൊല എന്നാണല്ലോ പറയുക. കദളി അല്ലാത്തത് ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയേട്ടാ ഫസ്റ്റ് കാൽമ ചവിട്ടി ഇതൊക്കെ ഇവിടെ ഉണ്ട്. തുളസി സമയമല്ല, 10 മണിയാകുമ്പോൾ 9:30 ആകുമ്പോഴേക്ക് നമുക്കൊരു വാഴയില്ല. ആദ്യം ഇങ്ങോട്ട് വിട്ട് ഗുരുവായൂർ എത്തുമോ, പാമ്പ് കടിച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തുമോ എന്നൊന്നും എനിക്കറിയില്ല. അത്രയും കാടാണ്. കത്തി പിടിച്ചോ. ഞാൻ ഒരു കമൻറ്റ് കണ്ടു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് എനിക്കൊരു കമൻറ്റ് അയച്ചു തന്നിട്ടുണ്ട്. തുളസി കത്തി കൊണ്ടൊന്നും വെട്ടാൻ പാടില്ല, തുളസി നുള്ളുന്നത് തുളസി പോലും അറിയരുത്, തുളസി ദേവിയെ അത്രമേൽ നോവിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ കത്രിക വെച്ചിട്ടൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അതാ മനസ്സിലായപ്പം അതേപോലെ ചെയ്യാട്ടോ. കുറച്ച് ഉറപ്പുണ്ട്, എനിക്ക് നഖവും കുറവാണ്. ഇങ്ങനെ ടി വിയിലൊക്കെ തുളസിക്കതിര് പറിച്ച് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതിൻ്റെ ഓണറോട് ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല കേട്ടോ ഇവിടുന്ന് തുളസി ഞാൻ പറിക്കാറുണ്ട് എന്നുള്ളത്. കാരണം ഇതിൻ്റെ മുതലാളി ഒരിക്കൽ ഞാൻ തന്നെയായിരുന്നു. യൂട്യൂബിൽ എൻ്റെ എനിമി പറഞ്ഞത് വേണം, കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഒന്നും കൈവിട്ട് പോകില്ല. പക്ഷെ കൃഷ്ണനെ ചേർത്ത് പിടിച്ച് തുടങ്ങുന്നതിന് മുമ്പ് കൈവിട്ട് പോയ സാധനങ്ങളാട്ടോ ഈ ഒരു പറമ്പ് എൻ്റെ കയ്യിൽ. എൻ്റേതും എൻ്റെ ഭർത്താവിൻ്റേത്, ഭർത്താവിൻ്റേതെന്ന് പറയുമ്പം എൻ്റേത് തന്നെയാണല്ലോ. അവിടെ നല്ല തുളസി കതിരോട് കൂടിയിട്ടുള്ള ചാണകമുണ്ട്, ചവിട്ടരുത്. ഈ പറമ്പിലേക്ക് ഞാനും പശു അല്ലാതെ ആരും വരാറില്ല കേട്ടോ. നോക്കി, ഒരുപാട് തുളസി കതിരോട് കൂടിയിട്ടുള്ള തുളസി. അപ്പുറത്ത് കൃഷ്ണ തുളസി ഉണ്ട് കേട്ടോ. എനിക്ക് ചോദിക്കാനൊരു മടി, ചോദിച്ചാൽ തരായി ഒന്നുമില്ല കേട്ടോ, പക്ഷേ ഇഷ്ടമില്ല. ആർക്ക്, എനിക്കാണോ അവർക്കാണോ എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഒന്ന് ക്രിയേറ്റീവൊക്കെ ആയിട്ട് വീഡിയോ എടുക്കടേ. ഇങ്ങനെ ഷർട്ടിടാഞ്ഞിട്ടാ ഓൻ കുളിച്ച പാടക്ക് ഞാൻ ഓനോട് പറഞ്ഞ മോനെ ഇങ്ങ് പോയി, എന്താ വെച്ചാൽ മഴ പെയ്തെങ്ങാൻ
പറമ്പ് ഒന്നായിട്ട് ചളിയായി കിടക്കുകയാണ്. എൻ്റെ ഡ്രസ്സിലൊക്കെ ചളിയാവും. അതുകൊണ്ട് ഇനി ഇങ്ങ് പോരീന്ന് പറഞ്ഞതാ. എന്നിട്ട് ഓന് ഷർട്ട് ഇട്ടില്ല. അതിൻ്റെ ഒരു ഷെയ്മേഡ് അല്ലേ. ഇവിടെ ആരും ഇല്ല കേട്ടോ, ഞാനേ ഉള്ളൂ. ഓൻ ഭയങ്കര ക്രിയേറ്ററാണ്. ഓൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കാണാറ്. അല്ലാതെ ഞാൻ എവിടെയും ചുമരിൻ്റെ മുകളിൽ ഫോൺ വെച്ച് ഞാൻ ചുമരെ നീ വിഗല്ലേ ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞിട്ട് എടുക്കുന്നതല്ല. തലവേദന കൊണ്ട് പോകുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ ഓനെ വിളിച്ചു പറഞ്ഞു, ഞാനുണ്ട് 2 തലവേദനൻ്റെ ഗുളിക, ഒരു 4-5 ചാണകത 4-5 കവറും മേടിച്ച് വെക്കണേന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്തിനാ കവറ്? അതൊക്കെ ഉണ്ട് ഗൈസ്. ഇത് പുല്ലല്ല കേട്ടോ പറിക്കുന്ന, തുളസിയാണ്. പുല്ലിൻ്റെ ഉള്ളിലാടുന്നേ ഉള്ളു. എൻ്റെ പൂ ഇന്ന് എഴുന്നേക്കാൻ കുറച്ച് മടി. ഇവിടെയൊക്കെ ഉണ്ട് തുളസിക്കതിരുള്ളത്. തുളസിക്കതിരല്ലേ കൊടുക്കുക. ഇത് ഞാൻ പറിച്ചതിന് ശേഷം തുളസിക്കതിരായിട്ട് വന്നതാട്ടോ. തുളസി ഇങ്ങനെ നുള്ളി കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആര് ചെയ്യാനാ? കുളിക്കുന്നതിൻ്റെ മുമ്പായിട്ട് വന്ന് നുള്ളാനും പറ്റൂലല്ലോ. അപ്പം പിന്നെ കുളിച്ചതിന് ശേഷം ചളിയായാൽ പിന്നെ ഒന്നുകൂടി മേല് കഴുകാമല്ലോ എന്ന് കരുതി ഒരു എന്താ പറയുക, ഒരു ലോക്കൽ നെറ്റി എടുത്തിട്ടിട്ട് പോകുന്നതാണ്. വെടച്ചിക്ക അങ്ങോട്ടൊക്കെ ഉള്ള പുല്ല. വേറെ എവിടെയാണല്ലേ? കുഞ്ഞി ഇല കേട്ടോ തുളസീൻ്റെ. നമുക്ക് കണ്ടാൽ തോന്നും വാടി നിൽക്കുക. വാടി നിൽക്കുകയല്ല കേട്ടോ. അയ്യോ, ചാണകത്തിലിപ്പോൾ ഞാൻ ചവിട്ടിയാണ്. പറിക്കുക
നന്നായിട്ട് ദേ എൻ്റെ ചുറ്റിലും തൊട്ടാവാടിയാണ്. പോരെ മോനെ? ഇവിടെ അങ്ങോട്ടൊക്കെ തൊട്ടാവാടി. ഓക്കെ, ഇത്രയും തുളസി ഞാൻ പറിച്ചിട്ടുണ്ട്. ഇത് കൈവിട്ടാലേ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണുള്ളൂ. കുറച്ച് ഇലയിലുണ്ട്. ഇതൊന്ന് ചുറ്റി വരിഞ്ഞ് കെട്ടി വെക്കട്ടെ, എന്നാൽ പിന്നെ കൊണ്ടുപോകാൻ സുഖമാണ്. വാഴയുടെ ഇതൊന്നും അതൊന്ന് കിട്ടും. കുറച്ചതാ ഇവിടെ ഉണ്ട്. കണ്ണന് നീതിക്കാൻ കദളിപ്പഴ തുളസിക്കത് ഒന്നും കൂടി കെട്ടിക്കാട്ടെ. ഇനി ഒരുപാട് പറിക്കാനുണ്ട് കേട്ടോ. ഒന്നാമത് എനിക്ക് സമയവും ഇല്ല. രണ്ടെന്ന് വെച്ചാൽ വളരെ മുള്ളും. കഴിഞ്ഞ പ്രാവശ്യം ഒരുത്തി കളിയാക്കിയിട്ടുണ്ട്, ഉണങ്ങിയ തുളസിക്കതിരും കൊണ്ടുപോയിന്ന്. ഉണങ്ങിയതല്ലടോ, ഇതിങ്ങനെയാണ് ഉണ്ടാവുക, ഒരു വാടിയ ഇല പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ തുളസിക്കതിര് കിട്ടിയിട്ടുണ്ട്. ഇനി വേഗം റെഡിയായിട്ട് ഗൃഹരേക്ക് തുളസി കറി ബാഗൊന്നും. അങ്ങനെ അതേ ഗുരുവായൂർ പോകാൻ ഒക്കെ റെഡിയായി. പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് കെട്ടിയൊരു കെട്ടില്ലേ, അതാണ് സംഭവം കെട്ടിയത്. അപ്പോൾ തുളസിക്കതിര് കൈ പിടിക്കുകയാണ്. ബസ്സിലല്ലേ പോകുന്നത്, വലിയ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ കൈ പിടിക്കുകയാണ്. നേരെ ഗുരുവായൂരേക്ക്. ആഹാ, എന്താ സീനറി എന്നറിയോ? അതുപോലെ നോക്ക്, അടിപൊളി ആകാശം, അടിപൊളി സീനറി. അങ്ങനെ ദേ ഗുരുവായൂർ പോവാണ്.
ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അരുണ് 9:45 ആകുമ്പോഴേക്കാണ് എത്തുകയെന്ന് പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഇന്നലെ ഒരുപാട് ഞാൻ കണ്ണനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ അടുത്ത് വരാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഇത്ര പെട്ടെന്ന് സാധിപ്പിച്ചു തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിണക്കങ്ങൾ പതിവല്ലേ, ഇണക്കങ്ങൾ കൂടെ വരില്ലേ. എങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈല്? ഇത് കണ്ടിട്ട് ഇനി ആരൊക്കെ കെട്ടു എന്നുള്ളത് തമ്പുരാനറിയാം. ചുമ്മാ എപ്പോഴും അയച്ചിട്ടിട്ടല്ലേ പോവല്. അപ്പം ഞാൻ കരുതി സൗണ്ട് മാറ്റി കെട്ടിയേക്കാം. അങ്ങനെ ഉള്ളിലേക്ക് ഇത് കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്നു അമ്പലത്തിൽ പോയി വരികയാണോ. ഞാൻ പറഞ്ഞു പോയി വരികയല്ല, പോവുകയാണോ. മക്കളെ വീട്ടിലോട്ടും പറഞ്ഞു വെച്ചു. കോഴിക്കോടെത്തി. ഒരു ഛർദിയാണ് കയ്യിൽ, തലവേദന. അരുണുണ്ട് ചായ കുടിക്കാൻ പോയിക്ക് എന്നെ വിളിച്ചു. ഞങ്ങൾക്ക് വേണ്ട. അതിന് 11:15 ഛർദിച്ചപ്പോൾ നല്ലൊരു സുഖം. എല്ലാ ഫോണിൽ വന്ന് അടിച്ചിട്ടാണ് ഞാൻ വാങ്ങുന്നതാണ്. ഛർദി ചെയ്തിട്ട് പറ്റിയില്ല. ഇത് കണ്ടിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അരുണേട്ടൻ റോഡിൻ്റെ നടുക്ക് വെളിക്കിരിക്കുകയാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ.
എയർ കയറ്റാൻ നോക്കിയതാണ്. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസാവുന്നില്ല. അങ്ങനെ ഒരു മെക്കാനിക്കിനെ വിളിച്ചിട്ട് അവൻ തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് നന്നാക്കുന്ന ഒരു രംഗാട്ടോ നിങ്ങൾ കണ്ടത്. അപ്പോൾ 50 രൂപയാട്ടോ മെക്കാനിക്കിന് കൊടുത്തത്. അതെനിക്ക് ഭയങ്കര വിഷമമായിപ്പോയേ. അതിൻ്റെ ഉള്ളിലൊക്കെ കിടന്നിട്ട് വേണ്ടേ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അത് മതിയോ എന്ന് അവനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരുപാട് കാലമായി ഞാൻ വണ്ടിപ്പണി എടുക്കുന്നു എന്നുള്ള ഒരു വർത്താനം. നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട എന്നും കൂടിയും അതിലൊരു ധ്വനിയില്ലേ എന്നെനിക്ക് തോന്നിയിട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ റെഡിയാക്കി പിന്നെ അവിടുന്ന് എടുത്തു. നമ്മുടെ പറക്കുംതളികയെ പറഞ്ഞതിൻ്റെ അതിൽ കലൂരുള്ള അത്ര ബ്ലോക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. ബസ്സിനുണ്ടോ പ്രശ്നം നന്നായിട്ട് ചൂടില്ല. ഒരു വായല ഇത് ഭാരതപ്പുഴയുടെ ആ ഒരു പാലാട്ടോ വരുന്നത്. ബസ്സിൻ്റെ മുമ്പിലായതുകൊണ്ട് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തതാട്ടോ. കാരണം നാളെ ഇതൊരു ഓർമ്മയാണ്. തൊട്ടടുത്ത് വേറൊരു പാലം വരുന്നത് കൊണ്ട് എന്തായാലും നമുക്കൊക്കെ ഇതൊരു ഓർമ്മയായി മാറും. പോരാത്തതിന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പലരും ഒരുപക്ഷെ ഭാരതപ്പുഴയും ഈ ഒരു പാലവും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളൊരു തോന്നലൂടി എനിക്കുണ്ടായിട്ടോ. ഏതായാലും ഇത് നാളത്തെ നമുക്കൊരു നൊസ്റ്റാൾജി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് എടുത്തു വെച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ഭാരതപ്പുഴൻ്റെ ആ ഒരു സൈഡിലെത്തി. അമ്മമാർക്കത് ആക്രിപ്പീഡിയയിലങ്ങനെ ഇന്നും കമ്പഴാണ്. ഇന്നും ഞാൻ പുറത്ത് അങ്ങോട്ട് കയറാൻ പറ്റൂല കേട്ടോ. കട കയറാൻ പറ്റൂല. അത് വല്ല ആക്രിപ്പീഡിയയിലും കൊടുത്തൂടെ എനിക്ക്? ബട്ടൺസ് എവിടെ പോവാ? അത് ഞാൻ പാടുന്ന വാങ്ങിയ ആ ആക്രി ഉണ്ടാക്കി അതില് പോയിരുന്നോ അമ്പലത്തിലേക്ക്? എനിക്ക് വെയിലുള്ളാനാവൂല. അമ്പലത്തിൽ നേരെ പോവാ. എന്നിട്ട് റൈറ്റ് ആരാന്റെ കർമ്മൂസ നോക്കി നിൽക്കുക. കപ്പളങ്ങ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ കണ്ണാൻ കാണാൻ തുളസി ഫുള്ള് തുളസിയാണല്ലോ. രാവിലെ ഞാനും മോനും മറ്റേ നമ്മളപ്പത്തെ കണ്ടുണ്ടല്ലോ ആടെ പോയിട്ട് പറിച്ചതാ. അയ്യോ, എനിക്ക് സ്പീഡിൽ നടക്കാനാവൂല. അവനോട് പറഞ്ഞാൽ മനസ്സിലാവൂല. ചോറൊന്നും വേണ്ട, എനിക്ക് നടക്കാണ്ടിരുന്നാ മതി. നിക്കടോ, ഇനിയും കൂട്ടടോ, ഇനിയും കൂട്ട്. ഞാൻ ആ വെയിൽ മൊത്തം കൊണ്ടതാ. ഇനി ഇപ്പുറത്ത് വെയിൽ കൊള്ളാണ്ട് നിന്നതാ. എന്നാ ഒരു കാര്യം ചെയ്യും, സ്റ്റിയറിംഗ് എടുത്ത് എനിക്ക് ഇപ്പുറത്തെ ഭാഗത്ത് കുത്തിരുന്നൂടായിരുന്നോ? വണ്ടിക്ക് എന്താ ഇവൽക്കത് ആക്രിപ്പീടിയെ കൊണ്ട കൊടുത്തുകൂടെ? അങ്ങനെ കണ്ണന്റെ നാട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്.
ഞാൻ സ്ലിപ്പാവും. ഈ പ്രാവശ്യം ഗുരുവായൂർ നടയിലെത്തിയപ്പോൾ ഒരുപാട് വിഷമം തോന്നിട്ടോ. വിഷമം തോന്നുക മാത്രമല്ല, ഒത്തിരി കരഞ്ഞു കേട്ടോ. കരഞ്ഞതിന് കയ്യും കണക്കും ഇല്ല എന്ന് തന്നെ പറയാം. എന്തോ മനസ്സിന് വല്ലാത്ത വിഷമം. ഇന്ന് എൻ്റെ അമ്മാമ്മയുടെ ആണ്ട് കഴിക്കുന്നൊരു ദിവസവും കൂടിയായിരുന്നു കേട്ടോ. ആണ്ടിനെന്നെ വിളിച്ചതാണ്, ഞാൻ മനഃപൂർവ്വം പോവാതിരുന്നതാണ്. ചില സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ളത് കൊണ്ട് ഞാൻ മാറി നിന്നതാട്ടോ. അപ്പോൾ വളരെ വിഷമമായിട്ട് എൻ്റെ മുഖം മുഴുവനും വാടിക്കിടക്കുന്നത് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാട്ടോ. എന്തോ ഒരു സങ്കടം. ഞാൻ ഒരുപാട് കണ്ണനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് കണ്ണാ എനിക്ക് ആരും ഇല്ലാതായി പോയതെന്ന്. എനിക്ക് ആരുമില്ലാതായി മാറിയതിൽ എന്താ കാരണം, എന്താ ഞാൻ തെറ്റ് ചെയ്തത് എന്നൊന്നും എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അത് കണ്ണനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. മനസ്സിൻ്റെ വിഷമം തീരുവോളും കരഞ്ഞുകൊണ്ടും ഇരുന്നു. പിന്നെ അതേ മനസ്സിൻ്റെ വിഷമം തീരാൻ ഒരു പുളിയച്ചാറ് കഴിച്ചാൽ മതി എന്നൊരു മനസ്സ് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഒരു പുളിയച്ചാറൊക്കെ മേടിച്ചു. മുഖം ചിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ അവിടെ നടയിലെത്തിയിട്ട് തിരിച്ചു പോരുവോളും കരഞ്ഞത് തന്നെയാണ്. എന്തോ വല്ലാത്തൊരൊറ്റപ്പെടൽ ഫീല്. അതെന്താ അങ്ങനെ വന്നതെന്നൊന്നും എനിക്കറിയില്ല. എനിക്കെന്തോ ആരുമില്ല എന്ന് തന്നെ തോന്നുക. അതിന് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്നുള്ളത് എനിക്കിട്ട് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പം ഇതിൽ കമൻറ്റ് ചെയ്യും, കൃഷ്ണനെ വരയ്ക്കാൻ പോയിട്ടല്ലേ എന്ന്. ചെയ്തോളൂ, നിങ്ങൾക്കതല്ലേ ഇപ്പോൾ പറ്റുള്ളൂ, അതുകൊണ്ട് ചെയ്തോ. അമ്പലത്തിൽ പോയി തൊഴുതു തിരിച്ചു പോവുക. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, അല്ലാണ്ട് സങ്കടം വന്നു. കുറേ കരഞ്ഞു. ഒറ്റക്കായി പോയൊരു ഫീല്. ഒറ്റക്കായി പോയ ഫീൽ ഇപ്പൊ കണ്ണനിപ്പോ എങ്ങനെ മാറ്റിത്തരാൻ പറ്റൂലേ? ചൂടുണ്ടാവും എനിക്ക് അറിയാം. പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ചില്ലി രണ്ടും കണക്കാ. ഞാനിതൊക്കെ കഴിഞ്ഞിട്ടൊരു കഥ പറഞ്ഞു തരാം എല്ലാവർക്കും. സമയമില്ലാത്താക്ക് ദൈവം സമയം കൊടുത്തൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ചിക്കനോ ചൂടൊന്നും കേട്ടോ. ഓക്കെ ഗൈസ്, ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പറയാട്ടോ. ചെരുപ്പ് പൊട്ടിപ്പോയി. വേറെ ചെരുപ്പ് മേടിക്കണം. ഫുഡ് കഴിച്ചു. അടിപൊളിയൊരു കണ്ണൻ്റെ ലീലാവിലാസങ്ങൾ അങ്ങനെയല്ലേ പറയാ, കണ്ണൻ്റെ അനുഭവങ്ങൾ. അങ്ങനത്തെ അടിപൊളിയൊരു അനുഭവം പറഞ്ഞു തരണം. KSRTC സ്റ്റാൻഡിലേക്ക് ഒരിടയിൽ കൂടിയാണ് വരില്ല. അപ്പോൾ ഗോൾഡൊക്കെ ഉള്ളിലേക്കാക്കിയിട്ടത്. കണ്ണൻ്റെ അടിപൊളി ഒരു ലീലാവിലാസം ഞാൻ പറഞ്ഞുതരാം. ഞാനും അരുണും നടക്കെ പോയി. പോകുന്ന വഴിക്ക് തന്നെ ബസ് പാതി വൈക്കൽ വെച്ചിട്ട്
എയർ കയറ്റുന്ന സമയത്ത് ഇതായിപ്പോയി, ഹാൻഡ് ബ്രേക്ക് കുടുങ്ങിപ്പോയി. അങ്ങനെ പിന്നെ ഓന് മെക്കാനിക്കിനെ വിളിച്ച് ഒക്കെ റെഡിയാക്കിയാലാണ് ഓൻ പോകുന്നത്. അങ്ങനെ എയർ കുറവായിരുന്നു. എയർ കുറവായാൽ വണ്ടി ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ അവിടെ നിന്നെല്ലാം കൂടി പോന്ന് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടാണ്ട് ചെറിയൊരു ഓട്ടോൻ്റെ മുഖത്ത് തട്ടിയില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ അവിടെ നിന്നെല്ലാം കൂടി ഓൻ എങ്ങനെയൊക്കെ ഇവിടെ എത്തിച്ച്. 2 മണിക്ക് എത്തേണ്ട വണ്ടി 2:50 സ്റ്റാൻഡിൽ കയറുന്നത്. ഞാനിപ്പം ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് KSRTC സ്റ്റാൻഡിലാട്ടുള്ളത്. അപ്പം 2:50 അവൻ ഇവിടെ കയറുന്നത്. അങ്ങനെ നേരെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ഇങ്ങോട്ട് പറഞ്ഞു, വാ നമ്മൾ ഗുരുവായൂർ പോകാൻ വന്നെങ്ങാനും ഓടടാ ഓട്ടം എന്നുള്ള രീതിയിലാണ് ഗുരുവായൂർ അമ്പലനടയിലേക്ക് പോയത്. ഞാൻ പറഞ്ഞു, അരുണെ ഒരു ഇച്ചിരി നേരം ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. പറ്റൂല, എനിക്ക് 4 മണിക്ക് വണ്ടി എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, അരുണെ ഒരു 10 മിനിറ്റ് ഇവിടെ നിൽക്ക്. അവനത് പറ്റൂല എന്ന് പറഞ്ഞു. എന്ത് കളി കളിച്ചാലും അവനത് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ 4:05 നടേന്ന് ഞങ്ങൾ തിരിച്ചിങ്ങനെ പോരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി മുമ്പിൽ പോടും, ഞാൻ പുറകെ വരാമെന്ന് പറഞ്ഞു. ഓനും ബസ് മറ്റേ വർക്ക്ഷോപ്പിലുള്ളത്, അത് അവിടുന്ന് എടുത്തിട്ട് പിന്നെ വേറെ ഒരു ഇതിലേക്ക് കൊണ്ടുവെക്കണം, എന്നിട്ട് വേണം ട്രാക്കിലേക്ക് വെക്കാൻ. അങ്ങനെ ഓനൊരുപാട് ചടങ്ങുകളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നീ പോട്, ഞാൻ പുറകെ വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ കുത്തിരിക്കുകയൊക്കെ ചെയ്ത്. ഓൻ പോവുകയാണെങ്കിൽ ശാരി പോയാൽ മേരി എന്നുള്ള കണക്ക് എനിക്ക് അവിടെ കുത്തിരുന്നപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. അത് ഓൻ പോയതിനുണ്ടല്ലോ കേട്ടോ, എനിക്ക് ഭയങ്കര ഒരു സങ്കടമൊക്കെ. എനിക്കെന്തോ അവിടെ കയറിയപ്പോൾ തൊട്ടിട്ട് ഭയങ്കര വിഷമമായി. ഇന്നലെ മെഞ്ഞാന്നൊക്കെ കുറച്ച് വിഷമത്തിലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മാമ്മ മരണപ്പെട്ടിട്ട് അതിൻ്റെ ഓർമ്മ ദിവസമൊക്കെ ആയിരുന്നു. അതിൻ്റെ കുറച്ച് വിഷമം എനിക്ക് വല്ലാതെ ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവം ഗുരുവായൂരപ്പൻ്റെ ലീലാവിലാസം എന്താ വെച്ചാൽ, ഞാൻ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോഴേക്ക് എന്നോട് കള്ളപ്പന്നി എൻ്റെ നാവ് പോലെ ആയിപ്പോയി, ബസ് ഇന്ന് പണിയെടുത്ത് കിട്ടൂലെന്ന്. ഇന്നോന് ബസ് കിട്ടൂല, ബസ് വർക്ക്ഷോപ്പില്ല, ഇനി നാളെ വന്നിട്ട് ഓനെടുക്കണം. ഇങ്ങനെ ഉണ്ടാകുമോ ഓരോരോ പരീക്ഷണങ്ങൾ? എന്നിട്ട് ഞങ്ങളിപ്പോൾ വേറെ ബസ്സിനാണ് പോണത്. KSRTC പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ്റെ പാസ് എവിടെയോ വീട് പോയിട്ടുണ്ടോ. അപ്പം 2 ആൾക്കും ടിക്കറ്റ് എടുക്കണം. അപ്പം ഞാൻ പിന്നെ ഓൻ പറഞ്ഞു, എന്നാൽ പ്രൈവറ്റ് പോവാം. അപ്പം ഞാനും പറഞ്ഞു പ്രൈവറ്റിലാക്കാം, എന്നാൽ പിന്നെ ആരെങ്കിലും വായി നോക്കിയിട്ട് നിൽക്കാമല്ലോ. അങ്ങനെ എന്നിട്ട് പ്രൈവറ്റ് ബസ് പോവുകയാണ്. എന്നിട്ട് ഡിപ്പോയിലേക്ക് വന്ന സമയത്ത് ഓനിതാ അങ്ങപ്പുറം ആ ഒരു ഇത് കാണുന്നില്ല, പ്രിയ ചേച്ചി ഓരോരുത്തരെ വീട് കാണിച്ചു വരും പോലെ അവിടെയാണ് വർക്ക്ഷോപ്പ്. അപ്പം കുറ്റിയാടി തൊട്ടിൽപ്പാലത്ത് നിന്ന് ആരോ വിളിച്ചിട്ട് എന്താ കംപ്ലൈൻറ്റ് എന്ന് ചോദിച്ചിട്ട് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡും കഴിച്ച് ഓന് ഇറങ്ങി ഓടി. ഏതായാലും സമയമില്ല എന്ന് പറഞ്ഞ ഓന് ഗുരുവായൂരപ്പൻ നല്ല പണിയാണ് കൊടുത്തത്. നാളെ ഓമ്പിടെ വന്നിട്ട് ബസ് എടുത്തിട്ട് വേണം ഓന് തിരിച്ചു പോരാൻ. ഓൻ്റെ ഡ്യൂട്ടിയാണ്, പക്ഷെ എന്തോ ഒരു കട്ട് വരുമെന്ന് പറഞ്ഞു. എന്ത് കട്ടാണെന്നൊന്നും എനിക്കിത് പറയാനറിയില്ല കേട്ടോ. ഏതായാലും തിരിച്ച് പ്രൈവറ്റ് ബസ്സിൽ നമ്മൾ നാട്ടിലേക്ക് ഇങ്ങോട്ട് വന്ന് ഗുരുവായൂർ പോയി കുറച്ചോ 10 മിനിറ്റ്, അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇരുന്നിട്ട് പോട്, ഇനി എനിക്ക് ബസ് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ്. ഏതായാലും നല്ല പണിയാണ് കിട്ടിയത്. ഓരോരോ ലീലാവിലാസങ്ങളെ. ഹായ്. അതെയോ? ഓ, ഫോട്ടോ എടുത്തോളൂ. അതാ പൈസ വീണ് വയ്ക്കാം, പൈസക്കാരിയാന്ന് തോന്നുന്നു. ഫുഡടിയൊക്കെ കാണാറുണ്ട്. വരക്കൂലേ യൂട്യൂബില്?
പ്രിയദർശിനി. ഇങ്ങനെ ആലോചിച്ച് കാണോ പിന്നെ ശ്രീമാറിനെ കണ്ടിരുന്നു. അതെയോ? എവിടെ വീട്? ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട്. ബ്രദറ് KSRTCയിലാണ്. അവന്റെ കൂടെ ഒന്ന് വന്നത്. അവനിന്ന് ഇങ്ങോട്ടാ ഡ്യൂട്ടി. എന്നാ ശരി കേട്ടോ. ഓ വർക്കൊക്കെ ഉണ്ട്. എന്നാ ശരി. ആ കയറെന്തായാലും കാണും. എനിക്ക് എത്ര സമയമുണ്ട് ഇവിടെ? നമുക്ക് ഗുരുവായൂർ നിൽക്കാന് സമയം കിട്ടിയില്ല. എന്റെ കർത്താവേ, എന്തുവാണ് ബ്ലൈൻഡിന്റെ അതിലൊരു കണ്ണടേ. നേരെ ഇനി KSRTC സ്റ്റാൻഡിലേക്ക്, അല്ല സോറി പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക്. അതങ്ങനെയാണ് അരുണി അതിൻ്റെത്. ചേട്ടാ ആ ബാത്റൂമിൽ ഇതോട് പറയിപ്പിക്കണ്ട. എനിക്ക് ഒരു ചെരുപ്പ് വാങ്ങി തരണേ. എനിക്ക് നടക്കാൻ അങ്ങ് പറ്റൂല, ചെരുപ്പ് പൊട്ടിക്കിടക്കുക. അതേ ഗുരുവായൂർ KSRTC സ്റ്റാൻഡിലേക്ക് ഇനി പ്രൈവറ്റിലേക്ക്. ഹീൽസ് എടുക്കൂലെന്ന് വിചാരിക്കും, പക്ഷേ ഹീൽസ് കണ്ടാൽ അല്ല 3-4 ഹീൽസ് ഇല്ലേ, നല്ല വലുത് നോക്കട്ടെ. ഇതല്ലേ അതിന്റെ വലുത് നോക്കിയോ? അതിന്റെ വലുതുണ്ട് ചേച്ചി. കോമഡി വരുമ്പോ ഓലയുടെ പോയാ വരാൻ പോയത്. പെട്ടിയോട്ട ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതൊക്കെ ഉണ്ട്. അതാ നേരത്തെ കാണിച്ചില്ലേ? ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. അതെടുത്ത് നോക്ക്. അതെ അതല്ല ഏതാ ഇതിന്റെ വല്ല ആ ഇതിന്റെ വല്ലൊന്നും എടുക്ക്. എടുക്കാൻ പോയി ചേച്ചി. എടുക്കാൻ പോയി തന്നെ നല്ല കംഫർട്ടാട്ടോ. ഞാൻ തന്നെ വെക്കുക. പ്രൈസ് ടാഗ് പറ്റിച്ചു.
ബൂസ്റ്റാണല്ലേ കുടിക്കുന്നത്. ഇതെത്രയാ? 395. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോയി നോക്കിയപ്പോൾ അവിടെ ബസ്സില്ല. തിരിച്ച് KSRTC കഴിഞ്ഞത്. ഉപ്പിലിട്ട മാങ്ങ കൊണ്ട് തന്ന ബസ് 6:30 വരുന്നത്. അതും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അടിപൊളി മാങ്ങ. ഡ്രൈവർ പാസഞ്ചറായ കഥ. അങ്ങോട്ട് എന്തായിരുന്നു? ഇങ്ങോട്ട് വരുമ്പോ ഈ മറക്കലും തിരിക്കലും ഫോണടിക്കലും. ഇതാണ് ഞാൻ പറഞ്ഞില്ല, അവിടെ കിടന്ന് ഉറങ്ങിയാ ഞാൻ ഉണ്ടും. ഉറപ്പാ. പുളിച്ചാറ് വാങ്ങിന്, അത് പകുതി മുക്കാല് തീരാനായി. ഉപ്പിലിട്ടത് മാറ്റി മുളക് തന്നു നോക്കിയതാ. ബസ്സിന്ന് ഉറങ്ങിയാൽ ചവിട്ടി ഞാൻ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായും. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഓൻ ഗുരുവായൂരിന്ന് ഉറങ്ങൽ തുടങ്ങിയിട്ട് കോഴിക്കോട് വരെ ഓൻ ഉറങ്ങിയതാ. എടുക്ക് ഞാനും ഒന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ പുളിയച്ചാറുള്ളത് കൊണ്ട് അതും കഴിച്ചിങ്ങാൻ ഞാനങ്ങനെ കുത്തിരിഞ്ഞു. ഓന് മതിയാവോളും ഉറങ്ങട്ടെ എന്നും വിചാരിച്ചു. കോഴിക്കോട് എത്തുവോളും ആശാൻ ഒരു ബോധമില്ല. ഇടയ്ക്ക് ഡ്രൈവർ വിളിച്ച് ഞാൻ ഓരോരോ കഥ പറയും. അപ്പം എന്നെ ഇങ്ങനെ ദേഷ്യം പിടിക്കുക ചെയ്യുന്നത്, ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഉള്ളിയേരി എത്തിയിട്ടോ. ഉള്ളിയേരി അവൻ്റെ ബൈക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതും എടുത്ത് നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ച്. ലേറ്റ് ആയതുകൊണ്ട് കിട്ടുമെന്ന് സംശയമായിരുന്നു. പക്ഷേ ഫുഡ് കിട്ടിയിട്ടോ. ഉണ്ടാവില്ലല്ലേ? നല്ല വിളിച്ച ബൾബ് പൊറോട്ടയും അല്ല ഫോണ് പോപ്പായി പോകും. അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണാൻ പോയ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.